കഴിവിന്റെ പരമാവധി തള്ളിയിട്ടുണ്ട്, ഇതിലേറെ തള്ളാൻ പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് തള്ളുന്നുള്ള നമുക്ക് നോക്കാം. ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, അതാ ഒരു വെള്ളി മോതിരം കച്ചവടം ചെയ്യുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നില്ലേ, അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുകയും മോതിരത്തിന് എന്താ വിലാന്ന്. കൂടെയുള്ള ആളുകളെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരാ മനുഷ്യനോട് വില ചോദിച്ചപ്പോ വലിയ വിലയാ പറഞ്ഞത്. അവരത് വാങ്ങാതെ തിരിച്ച് സിഎമ്മിന്റെ കൂടെ വണ്ടിയിൽ കയറി നേരെ അവര് വയനാട്ടിലേക്കാണ് യാത്ര പോകുന്നത്. കുറെ ദൂരം അങ്ങെത്തിയപ്പോൾ സിഎം വലിയ ചോദിച്ചു, നിങ്ങൾ ആ മോതിരം വാങ്ങിയിട്ടില്ല അല്ലേ? ഇവര് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മോതിരം വാങ്ങിയിട്ടില്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയ വിലയാണ്. ഉടനെ തന്നെ സിഎം വലിയുള്ള ചോദിക്കയാണ്, അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞങ്ങൾക്കറിയില്ല. അത് ഖളിർ അലൈഹിസ്സലാമാണ്, ഖളിർ നബിയാണ്. ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ബഹുമാനപ്പെട്ട CM മടവൂർ ഔലിയക്കാക്കയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാ ഇതെനിക്ക് അയച്ചു തന്നത് കർണാടകയിലുള്ള ഒരു സഹോദരനാണ്. അതിൽ കന്നഡയിലുള്ള കുറച്ച് എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കർണാടകയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കറാമത്താണ്. സിദ്ദീഖ് സുഹരി നിസാമി മൂപ്പരുടെ വീഡിയോകളിലൂടെ അനേകം വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് കള്ളക്കറാമത്ത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ 1-2 എണ്ണം നമുക്ക് പുറത്ത് പറയാവുന്ന കന്നിമൂല സംബന്ധമായിക്കൊണ്ട് ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറിവിൻ നിലാവ് സഫ്വാൻ സക്കാഫിയുടെ കാര്യങ്ങളിൽ അതിലൊരു തീരുമാനമാക്കിയത് ഇയാളാണ്. പിന്നെ ഇയാളെ കൊണ്ടുപോയിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. എന്തായാലും ആ വിഷയം നമ്മൾ ഇപ്പോൾ തൽക്കാലം നിർത്തിയത് കാരണം അവിടേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? ഖളിർ അലൈഹിസ്സലാം നബിയാണ് എന്നും നബി അല്ല എന്നും രണ്ടഭിപ്രായമുള്ള ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആളാണ് ഖളിർ അലൈഹിസ്സലാം. ഖളിർ അലൈഹിസ്സലാമിൻ്റെ പേര് അതാണ് എന്നുള്ളതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രവാചകനാണെങ്കിലും അല്ലെങ്കിലും വലിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ആള് ഇനി മരിച്ചിട്ടില്ല എന്ന്, വഫാത്തായിട്ടില്ല എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ഈ കണ്ടത്. CM ഔലിയാണ് എന്നുള്ളത് ആരേ പറഞ്ഞത്? ഇവരൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കിയതാണ്. എന്നിട്ട് മൂപ്പര് അത് നിൽക്കുന്നത് അത് ഖളിറാണ് കേട്ടോ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും വഫാത്തായിട്ടില്ല എന്ന് വരുത്തി തീർക്കുക, ഒരു കാര്യം. അതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്താന്ന് ഓലിക്ക് മാത്രമേ അറിയുള്ളൂ. 2, CM മടവൂർ ഔലിയക്കാക്ക ഏത് നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്ന ആ ഒരു മനുഷ്യൻ മൂപ്പര് വലിയ ഖോജാരാജാവായിട്ടുള്ള ഔലിയക്കാക്കയാണെന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമുള്ളത്. പൊന്നു ജനങ്ങളെ, ഈ ഇയാൾ ഇനിയും തള്ളുമ്പോൾ ഒരു അകലം പാലിച്ചിട്ട് ആ തള്ളു കേൾക്കുക എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ചേർക്കുന്നു. എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കയിലെ മുശ്രിക്കുകളുടെ വാദമുഖങ്ങൾ എന്തായിരുന്നു? അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്താണ് അവർ വാദിച്ചത്? ആ കാര്യം ഖുർആനിലെ 10-ാം അധ്യായം എടുത്ത് പരിശോധിച്ചോ. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് എടുത്തോ. സൂറത്ത് യൂനുസിൽ നിന്ന് നമ്മൾ ഗൗരവമായ പഠനം ഒന്ന് തുടങ്ങി നോക്ക്. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ 18-ാമത്തെ വാചകം. 18-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയൽ എന്താണ്? അത് മക്കാ മുശ്രിക്കുകളെ കുറിച്ചല്ലേ, ഇത് മുസ്ലിമീങ്ങളെ കുറിച്ചാണോ? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. മക്കാ മുശ്രിക്കുകളുടെ എന്താണോ വിശ്വസിച്ചത് അതാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ട്. അത് മനസ്സിലാക്കാൻ വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഈ ആയത്ത് അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ളതാണ്. അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണിവർ. ഈ മഹാന്മാർ ആരാ? ഈ മഹാന്മാർ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അതുപോലെ ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഇവരൊക്കെ ഞങ്ങൾ വിളിക്കണത്, ഇവരൊക്കെ അള്ളാഹിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാകും എന്നാ അവർ പറഞ്ഞത്.
അവരൊക്കെ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. മൊയ്തീൻ ഷെയ്ഖിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? അവരെ വിളിക്കുമ്പോ അവർ അള്ളാന്റെ അടുത്ത് നമ്മുടെ ശുപാർശകരാകും. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അതിനെ. അതാണ് സൂറത്ത് യൂനുസിൽ 10-ാം അധ്യായം 18 അല്ലാഹു പറയുന്നത്. ഇനി 39-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഖുർആനിലെ 39-ാം അധ്യായത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. സൂറത്ത് സുമറിലെ 3-ാമത്തെ വാചകം പരിശോധിച്ചു നോക്ക്. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വാചകം പഠിച്ചാൽ ഈ കാര്യം കൂടെ മനസ്സിലാവും. കേട്ടോളൂ. അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. വല്ലാത്തൊരു വാക്ക് തന്നെയല്ലേ അത്? ഒന്ന് ആലോചിച്ച് അറിയുക. അള്ളാഹുവിന് മാത്രമാണ് അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, ഔലിയാക്കളെ സ്വീകരിച്ചവർ അവരെന്താ പറയുന്നത്? അള്ളാഹുവിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. കണ്ടോ, അള്ളാഹുവിന്റെ അടുത്ത് ഒന്ന് പടച്ചോന്റെ അടുത്ത് ശുപാർശ, 2 അള്ളാഹുലേക്ക് പറഞ്ഞ് ഞങ്ങളെ അടുപ്പിക്കും. ഇനി കാപ്പാടെ മുസ്ലിമീങ്ങളുടെ പ്രശ്നം കേൾക്കണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും. ഈ വിശ്വാസം നമുക്കുണ്ടോ? എന്ന ഷെയ്ഖ് അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കും. ആ വിശ്വാസമായിരുന്നു അബൂജഹലിന്. അതാണ് അള്ളാഹ് എതിർത്തത്. ആ വിശ്വാസം ശരിയല്ല, തൗഹീദല്ല.